ഡൽഹിയിൽ പാർലമെന്റ് മാർച്ചിനിടെ വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് നടപടിയുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. പോലീസ് നടപടിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്നാണ് ഹർജികളിലെ ആവശ്യം. ഇന്നലെ കേസ് പരിഗണിച്ച കോടതി സമരക്കാർക്കെതിരെ ലാത്തിചാർജ് പാടില്ലായിരുന്നുവെന്ന് പരാമർശിച്ചിരുന്നു. പ്രതിഷേധങ്ങൾക്ക് നേരെ പോലീസിന് അമിത അധികാരം പ്രയോഗിക്കാനാവില്ലെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ റിമാൻഡിലുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, ബോർഡംഗം A അജികുമാർ എന്നിവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുള്ള SIT അപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും. പ്രശാന്തിനെയും അജികുമാറിനെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കേസിൽ കൂടുതൽ അറസ്റ്റിനും സാധ്യതയുണ്ട്. 2019 സ്വർണ്ണക്കവർച്ച മറച്ചുവെക്കാനാണ് 2025 സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ടതെന്നും ഇതിലെ ഗൂഢാലോചനയിൽ PS പ്രശാന്ത് പ്രസിഡന്റായിരുന്ന ഭരണസമിതിക്ക് പങ്കുണ്ടെന്നുമാണ് SITയുടെ കണ്ടെത്തൽ. എന്നാൽ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് പ്രശാന്തിന്റെ വാദം. കൊല്ലം കുണ്ടറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച യുവാവ് ചികിത്സയിലിരിക്കെ മരിച്ച സംഭവത്തിൽ കുടുംബത്തിന്റെ ആരോപണത്തിൽ DGP റിപ്പോർട്ട് ആഭ്യന്തരമന്ത്രിക്ക് ഉടൻ സമർപ്പിക്കും. സിയാദിനെ മർദ്ദിച്ചിട്ടില്ലെന്നാണ് പോലീസിന്റെ വാദം. എന്നാൽ പോലീസിന്റെ വാദം തള്ളിയായിരുന്നു പരാതിക്കാരുടെ വെളിപ്പെടുത്തൽ. മരിച്ച സിയാദിന്റെ മകളും പോലീസ് ഉദ്യോഗസ്ഥനും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്തുവന്നിരുന്നു. കസ്റ്റഡിയിലിരിക്കെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചതിനെ തുടർന്ന് സിയാദിന്റെ വാരിയെല്ല് പൊട്ടിയെന്നും ഇതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നുമാണ് ഭാര്യ ആരോപിച്ചത്. കുണ്ടറ സ്റ്റേഷനിലെ SI അതുലിനും കോൺസ്റ്റബിൾ ശ്രീജിത്തിനുമെതിരെയാണ് കുടുംബം ഗുരുതര ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. 13 വയസ്സുകാരനെ കാണാതായെന്ന പരാതിയെ തുടർന്നാണ് ജൂൺ 16 രാത്രി സിയാദിനെ കുണ്ടറ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ജൂൺ 17 പോലീസ് വിട്ടയച്ച സിയാദ് ജൂലൈ 25 തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ വെച്ചാണ് പോലീസ് വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം.